എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. അപ്പോൾ നമ്മുടെ ബോർഡ് എക്സാമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നീറ്റിന് തയ്യാറെടുക്കുമ്പോൾ എങ്ങനെയാണ് നീറ്റ് പ്രിപ്പറേഷൻ, അതായത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ചെറിയ ഗൈഡ് തരാനാണ്, അല്ലെങ്കിൽ ഗൈഡാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഈ വീഡിയോ കാണുന്നതോടുകൂടി ആ കൺഫ്യൂഷൻ തീരും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമോ എന്ന് ആലോചിച്ച് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. അത് നിങ്ങളുടെ ആകെയുള്ളൊരു 40 ദിവസമാണ്. ആ 40 ദിവസം നിങ്ങളായിട്ട് തന്നെ നശിപ്പിക്കുന്നതായിരിക്കും അത്. അതുകൊണ്ട് ആ വക ചിന്ത എല്ലാം എടുത്ത് മാറ്റിയേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ടൈം ടേബിൾ വേണമെന്ന് തോന്നുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഓൾറെഡി ഒരു 30 ദിവസത്തെ പ്രിപ്പറേഷൻ ടൈം ടേബിൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 ദിവസത്തെ പ്രിപ്പറേഷൻ പ്ലസ് 20 ദിവസത്തെ റിവിഷൻ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അന്നിട്ടത്. അതിൽ 30 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അത് പറ്റത്തില്ല, വളരെ ടെൻസ്ഡ് ആണ്, അങ്ങനെ ഒരുപാട് ടൈം നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയൂല എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇനിയും വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടാൻ വളരെ ഈസിയാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ ആണെങ്കിൽ, അല്ലെങ്കിൽ പല സോഴ്സസിൽ കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേഗം കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം, ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് സ്ട്രാറ്റജി എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സ്ട്രാറ്റജി കണ്ടു എന്ന് വെച്ചാൽ അത് വീഡിയോ കണ്ടു, അത് നിങ്ങൾ ഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരിക്കലും ഇപ്പം ഞാൻ പറയുന്നത് പോലെ 550+ മാർക്ക് അല്ലെങ്കിൽ 600+ മാർക്ക് കിട്ടൂല. ഓക്കെ, ഈ സ്ട്രാറ്റജിയുടെ കൂട്ടത്തിൽ നിങ്ങളുടെ എഫേർട്ട് എത്രയുണ്ടോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാർക്ക് വരുന്നത്. എന്തായിരുന്നാലും ഓക്കെ, ഒരു സ്ട്രാറ്റജി, നിങ്ങളൊരാൾ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ട്രാറ്റജി വീഡിയോസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ് വീഡിയോസ്, അത് കാരണം സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ ഒരു പടി കൂടെ എക്സ്ട്രാ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എക്സ്ട്രാ എഫേർട്ടുകൾ ഇടണം. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് റിസർവേഷനൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്താ പറയുക, നമുക്ക് ഒരു 550, 600, 550 ആ ഒരു റേഞ്ചിൽ നമുക്ക് നോക്കാം. എന്നാൽ നിങ്ങൾക്ക് റിസർവേഷൻ ഒന്നുമില്ല, അങ്ങനെ ഒരു ഇതാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ മാർക്ക് വേണം നമുക്കൊരു ഗവൺമെൻറ് കോളേജ് കിട്ടാനായിട്ട്. നമ്മൾ 600+ അല്ലെങ്കിൽ 680 നമുക്കൊരു മാർക്ക് വന്നല്ലേ, 650 അതിന് വന്നാൽ മാത്രമേ നമുക്കൊരു ഗവൺമെൻറ് കോളേജിലോട്ട് ചിന്തിക്കാൻ തന്നെ കഴിയത്തുള്ളൂ. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ കൂടിയിരിക്കുന്നൊരു ടൈമിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, 2-3 വർഷമായിട്ട് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എക്സാം എഴുതുമ്പോൾ എനിക്കെങ്ങനെയാണ് എക്സാമിൽ മാർക്ക് മേടിക്കാൻ സാധിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ചിന്തയല്ല എത്ര വർഷം എടുത്ത് പഠിക്കുന്നത് എന്നുള്ളതിലല്ല, നിങ്ങൾ ഉള്ള ടൈമിൽ എത്ര എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ എത്ര ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇപ്പോൾ 1 വർഷം പഠിച്ചാലും 2 വർഷം പഠിച്ചാലും 3 വർഷം പഠിച്ചാലും അതിന് പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ അവർ ആ ഒരു വർഷം എന്ന് പറയുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇനഫ് എഫേർട്ട് അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഇപ്പോൾ ഓരോ ആൾക്കാരുടെ കഴിവുകൾ ഓരോന്നില്ലേ. ഇപ്പോൾ കുറച്ച് പേർക്കാണെങ്കിലും 1 മണിക്കൂർ കൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ ചിലവർക്കാണെങ്കിലോ ഒരു 2-3 മണിക്കൂറുകളൊക്കെ ഇരുന്നാൽ മാത്രമേ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാൻ കഴിയുള്ളായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റിയാണ് ഇപ്പം ഒരു ചാപ്റ്റർ തീർക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് അവർക്ക് അല്ലെങ്കിൽ എത്താൻ കഴിയാത്തത് കാരണമാണ് ചിലപ്പോൾ ഒരു ഡ്രോപ്പും അങ്ങനെയൊക്കെ ഉള്ളത് വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വർഷം പഠിക്കുന്നവരുണ്ട്, അതുകൊണ്ട് എനിക്ക് കിട്ടില്ല എന്നുള്ള ചിന്തയൊന്നും നമുക്ക് വേണ്ട.
നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ NCERT വഴി ഏകദേശം മോർ ദാൻ 75% സിലബസ് നമുക്ക് കവർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ തന്ന റിവിഷൻ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ഒരു ചാപ്റ്റർ പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വൺ ഷോട്ട്സ് വീഡിയോസുകൾ കാണുക. അതായത് നമ്മുടെ യൂട്യൂബിൽ തന്നെ കിട്ടും നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വൺ ഷോട്ട്സ് വീഡിയോസ്. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്കറിയത്തില്ല, നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഇതൊക്കെ. നമുക്കിപ്പോൾ ഒരു ക്രാഷ് കോഴ്സ് ഉണ്ടെങ്കിൽ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാം. പക്ഷേ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒറ്റയടിക്ക് ഒരു വലിയ സിലബസ് നിങ്ങളുടെ തലമണ്ടയിൽ കൂടെ എടുത്തിട്ടിട്ട് പടി എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഒരു നിങ്ങൾക്ക് അത് താങ്ങാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡ് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. എന്ന് വെച്ചാൽ നമുക്ക് ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, ഞാൻ ഒരിക്കലും ഡൈവേർട്ട് ചെയ്യുന്നതല്ല, ഞാൻ പറയുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ആലോചിക്കുക, ഇപ്പം നമ്മൾ എക്സാം കഴിഞ്ഞിട്ട് ഇനി ഒരു 1 മന്താണ് അല്ലെങ്കിൽ 1.5 40 ഡേയ്സാണ് നമുക്ക് ഉള്ളത്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ ഈ ഇതിൽ കൂടെ ഇത്ര ചാപ്റ്റേഴ്സ് നമ്മുടെ മുമ്പിൽ കൂടി പോകുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും ഭ്രാന്ത് കയറും. അപ്പോൾ നിങ്ങൾ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ തന്നെ അതിന് മുമ്പേ നിങ്ങളുടെ മാനസികമായി പ്രിപ്പയർ എടുക്കുക. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സുകളാണ് എൻ്റെ മുമ്പിൽ വരാൻ പോകുന്നത്, അപ്പോൾ ഒരുപാട് കണ്ടന്റ് ഉണ്ട്, അത് തയ്യാറെടുത്തിട്ട് വേണം പോകാൻ. ഓക്കെ, അത് ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്നവരടുത്ത് ആദ്യമേ നിങ്ങൾ ചിന്തിച്ചറിഞ്ഞിട്ട് പോകേണ്ട കാര്യമായിട്ടുള്ള എൻ്റെ അഡ്വൈസ് പറയുന്നതാണ്. ഇനി അതല്ലാതെ ഇല്ല, വീട്ടിൽ ഇരുന്നിട്ട് പഠിക്കുവാണ് അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ വൺ ഷോട്ട്സുകൾ. അതായത് ഏതെങ്കിലും ചാപ്റ്ററുകൾ നിങ്ങൾ ചാപ്റ്റർ വൈസാണ് പോകുന്നതെങ്കിൽ അങ്ങനെ, സബ്ജക്റ്റ് വൈസാണ് പോകുന്നതെങ്കിൽ അങ്ങനെ, അതിൻ്റെ വൺ ഷോട്ട് വീഡിയോസുകൾ കാണുക. അങ്ങനെ വൺ ഷോട്ട് വീഡിയോസുകൾ കണ്ടതിന് ശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് കുറച്ച് ഫോക്കസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാതെ നമ്മൾ എക്സാമിന് പോകുന്നില്ല, അത് ആദ്യം മനസ്സിലാക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുൾ സിലബസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കൂടെ അറ്റൻഡ് ചെയ്യാൻ പോവാം. അപ്പോൾ നമുക്ക് ആദ്യം, ഞാൻ പറയാറുണ്ട്, ആദ്യം നമുക്ക് കുറവ് മാർക്കുകളൊക്കെ വരത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ തളരാൻ പാടില്ല. കുറവ് മാർക്ക് എനിക്ക് എന്തുകൊണ്ട് കിട്ടി, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ തെറ്റിച്ചു, അതൊക്കെ ശരിയാക്കാൻ ഞാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം അത് കറക്റ്റ് ആക്കിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ എനിക്ക് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ കഴിയത്തില്ല എന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, അപ്പോൾ അതൊരു കാര്യം. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾക്കൊരു ടോപ്പിക്ക്, നിങ്ങൾക്ക് വളരെ പാടായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, കൂടുതലും ആൾക്കാർക്ക് പാടായിട്ട് വരുന്ന ടോപ്പിക്ക് ഫിസിക്സിൽ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ പാടായിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്കത് പഠിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആ ചാപ്റ്ററിൻ്റെ MCQs ചെയ്യുക. അപ്പോൾ ഈ MCQs ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഒരു ചാപ്റ്ററിൽ ഏത് പോർഷനാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ടോപ്പിക്ക് മാത്രം നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്സുകളിൽ നിന്നോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ക്ലാസ് ആയിട്ടോ കാണുക. ആ ഒരു ടോപ്പിക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത്, ഇത് സ്മാർട്ട് വർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. നമ്മൾ സ്മാർട്ടായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ നോക്കി കണ്ട് പഠിക്കുക ആ ടോപ്പിക്ക്. അന്ന് ഞാൻ പറയാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു ചാപ്റ്റർ, ഒട്ടും ഒരു ഐഡിയ ഇല്ല, പഠിക്കാൻ പാടായിട്ട് തോന്നുന്ന ചാപ്റ്റേഴ്സുകൾ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. നമുക്ക് അതിൽ നിന്ന് ചോദിക്കുന്ന, ആ വർഷം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ശരിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ചിന്തിക്കുമ്പോൾ ഓക്കെ, ഇത്രയും വർഷം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാത്രമേ, ഈ ചാപ്റ്ററിൽ ഇന്ന ടോപ്പിക്കിൽ നിന്ന് മാത്രമേ കൂടുതലും ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് ആ സബ് ടോപ്പിക്കുകൾ പഠിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ അനലൈസ് ചെയ്തിട്ട് ഏത് ടോപ്പിക്കിൽ നിന്നാണോ, ആ സബ്ജക്റ്റിലെ ഏത് ടോപ്പിക്കിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത്, ആ സബ്ജക്റ്റ് എന്ന് ഞാൻ എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്ററിൽ ഏതാണോ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള സബ് ടോപ്പിക്, അത് നിങ്ങൾ പഠിക്കുക. അത് കണ്ടെത്തി പഠിക്കുക. അത് നിങ്ങൾക്ക് വൺ ഷോട്ട്സിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നോട്ട്സുകളിൽ നിന്ന് പഠിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ജോയിൻ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ ഇൻ കേസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇങ്ങനെയാണ് നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആ ടോപ്പിക്സുകളെല്ലാം പഠിക്കുക എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾക്കത് കഴിയുമെങ്കിൽ ഓക്കെ, ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു, അത് ഏറ്റവും നല്ലൊരു കാര്യം. അല്ല എന്ന് വെച്ചാൽ നമുക്ക് അത്ര ഒറ്റയടിക്ക് പറ്റത്തില്ലാത്തവർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ
അതാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ആ ഒരു ടോപ്പിക്ക് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞ ശേഷം പിന്നെയും ഒന്നുകൂടെ നിങ്ങൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും MCQസും ചെയ്യുക. ഇങ്ങനെയാണ് നിങ്ങൾ പാടുള്ള സബ്ജക്ട്സിലെ പാടുള്ള ടോപ്പിക്സുകൾ അല്ലെങ്കിൽ പാടായിട്ടുള്ള സബ്ജക്ട്സുകൾ നിങ്ങൾ ഇനി പഠിക്കേണ്ടത്. ഇങ്ങനെ വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. അതൊരു കാര്യം. എനിക്ക് പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓക്കെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകണമെന്നുള്ളതാണ്. നമ്മൾ ബയോളജിയിൽ വരുവാണെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മിനിമം നമ്മളൊരു 28-30 ചാപ്റ്റർ അത്യാവശ്യം നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകൾ നിങ്ങൾ ഫുള്ളി കോൺഫിഡൻ്റ് ആക്കി വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റാണ് കേട്ടല്ലോ. അത് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയണ്ടല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ജെനറ്റിക്സ്, ബയോടെക്നോളജി, ഹ്യൂമൻ ഫിസിയോളജി, ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒരു 28-30 ചാപ്റ്റർ എന്തായിരുന്നാലും പഠിക്കണമെന്ന് പറഞ്ഞില്ലേ, അതല്ലാതെ ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്തായിരുന്നാലും പഠിച്ചിരിക്കണം. കാരണം ഇതിൽ നിന്നാണ് കൂടുതലും ചോദ്യംസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അതൊരു കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ ബയോളജി ഇച്ചിരി ഈസി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്രാഷ് കോഴ്സ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ആ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്യണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. യുവർ ക്വാറന്റൈൻ ടീച്ചർ എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ചെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. അവിടെ നിന്ന് തന്നെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള MCQs നമ്മൾ ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഈ ഫ്രീ MCQs പ്രൊവൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഇത്ര കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടികളിൽ നിങ്ങളുടെ എത്രാമത്തെ പൊസിഷനിൽ നിൽക്കുന്നു എന്നുള്ളതും നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനും ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ക്രാഷ് കോഴ്സിനെ പറ്റിയിട്ട് പറയുവാണെങ്കിൽ, ലാസ്റ്റ് ടൈം എടുത്തൊരു ക്രാഷ് കോഴ്സാണത്. നമ്മുടെ NCERT വന്നിട്ട് അതിൽ ഏതൊക്കെ ലൈനുകൾ, ഇപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് 250 തന്നെ നിൽക്കുകയാണ്, അതിൽ നിന്ന് അങ്ങോട്ട് കൂടുന്നില്ല എന്നാണ് എല്ലാവരുടെയും കംപ്ലയിൻറ്റ്. അപ്പോൾ ആ ഒരു കംപ്ലയിൻറ്റ് മാനിച്ചോടെ നമ്മൾ ലാസ്റ്റ് ഇയർ മുതൽ ക്രാഷ് കോഴ്സ് കൊണ്ടുവന്നത്. അതായത് ബയോളജിക്ക് നമ്മളിപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 320 മാർക്ക് എന്തായിരുന്നാലും സ്കോർ ചെയ്യാൻ കഴിയുമെന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ലാസ്റ്റ് ടൈം നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് അത് പ്രൂവ് ചെയ്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. ലേറ്റായിട്ട് ജോയിൻ ആയിട്ട് പ്രൂവ് ചെയ്ത് തന്നെ കാണിച്ചിട്ടുണ്ട്. അതിന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ MCQസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ആവശ്യമുള്ളവർക്ക് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് നോക്കാം, അതുപോലെ തന്നെ നമ്മുടെ MCQസും ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരുന്നത്. പിന്നെ ഫിസിക്സ് ആണ് നിങ്ങൾ പാടായിട്ട് നോക്കുന്നെങ്കിൽ, ഫിസിക്സ് നിങ്ങളൊരു 10-12 ചാപ്റ്റേഴ്സെങ്കിലും നിങ്ങൾ ഈസി ആയിട്ടുള്ളത് ആദ്യമേ പഠിച്ചു വയ്ക്കുക. നമ്മൾ അത് ആദ്യം ഫോക്കസ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, അതുപോലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇതെന്താണ്? ഇതല്ലാതെ ഞാൻ പേഴ്സണലി പറയുന്നതാണ് നമ്മുടെ വേവ്സ് ആൻഡ് ഓസിലേഷൻ, ന്യൂക്ലിയർ ആൻഡ് ഡുവൽ നേച്ചർ. ഇതൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും നമുക്ക് ഈസി ആയിരിക്കും. ആ ഒരു ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു 10-16 മാർക്ക് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് കെമിസ്ട്രിയാണ്. അപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിലും നമുക്ക് നോക്കേണ്ട ചാപ്റ്റേഴ്സ്, മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ്, ആ ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, ഓർഗാനിക് കെമിസ്ട്രി, സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ചാപ്റ്റർ. അപ്പോൾ ഇൻഓർഗാനിക് കെമിസ്ട്രി, ആ ഒരു ഏരിയ കൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ഇത് ഇത്രയുമാണ് ഞാൻ കെമിസ്ട്രിയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ വൈസ് നിങ്ങൾ മസ്റ്റായിട്ട് നോക്കി പോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ നിങ്ങൾ വെറുതെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ടെൻഷൻ വരും, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ടെൻഷനും പേടിയുമല്ല വേണ്ടത്, നമ്മൾ നേടും എന്നുള്ളൊരു ചിന്തയാണ്. ആ ഒരു ടെൻഷനും ഒരു പേടിയൊക്കെ നമുക്ക് കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. അതിലോട്ട് നമ്മൾ ചിന്ത കൊടുക്കാതെ തന്നെ ഇരിക്കുക. എന്തായിരുന്നാലും ടെൻഷൻ ഉണ്ടാകും, പക്ഷേ അതിലോട്ട് നമ്മൾ എല്ലാവർക്കും അതുണ്ടാകും, നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാകും. അത് നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളത് ബേസിസിലായിരിക്കും നിങ്ങൾക്ക് എത്ര പഠിക്കാൻ കഴിയുന്നു എന്നുള്ളത് വരുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കുന്നതിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുക. ടെൻഷൻ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടെൻഷൻ അടിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.